അങ്ങനെ കുറേ കാലം കടന്നുപോയി. പുതിയ കച്ചവടം തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരുന്നു. കൊച്ചുണ്ണിയുടെ മാതാപിതാക്കൾ അസുഖം ബാധിച്ചു മരണപ്പെട്ടു. മൂത്ത സഹോദരൻ മദിരാശിയിൽ പോയി. അവിടെ ഒരു ചെറിയ കച്ചവടം തുടങ്ങി. അവിടെ തന്നെ താമസമാക്കി. അങ്ങനെ തനിച്ചായ കൊച്ചുണ്ണി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ അടുത്തു തന്നെയുള്ള ഒരു നിർധന കുടുംബത്തിലെ ഏക മകളായിരുന്നു വധു. ചിരിയുള്ള മാൻമിഴിച്ചേലുള്ള പുതുമണവാട്ടി നല്ല മൊഞ്ചത്തി നിന്റെ കൽബിലെ പുതുമണവാളൻ ഇതാ വരുന്നേ, അവൻ വരുന്നേ, ഇതാ വരുന്നേ. ചിരിയുള്ള മാൻമിഴിച്ചേലുള്ള പുതുമണവാട്ടി നല്ല മൊഞ്ചത്തി നിന്റെ കൽബിലെ പുതുമണവാളൻ ഇതാ വരുന്നേ, അവൻ വരുന്നേ, ഇതാ വരുന്നേ. മുല്ലമൊട്ടിൻ മണമുള്ള 18 നിറവുള്ള മൈലാഞ്ചി അണിഞ്ഞൊരു അമ്പത്തി നിന്റെ കിനാവിലെ മണിമാരൻ ഇതാ വരുന്നേ, അറബിക്കഥയിലെ വീരൻ വരുന്നേ, വരുന്നേ. മണിമാരൻ ഇതാ വരുന്നേ, അറബിക്കഥയിലെ വീരൻ വരുന്നേ, ഇതാ വരുന്നേ. അവൻ വരുന്നേ, ഇതാ വരുന്നേ, അവൻ വരുന്നേ, ഇതാ വരുന്നേ. പവിഴപ്പൂ നിറമുള്ള അരകേറും മെയ്യുള്ള മൊഞ്ചത്തി നിന്റെ മൈലാഞ്ചി കൈകളിൽ പൊൻവള അണിയിക്കാൻ വരുന്നുണ്ട് മണവാളൻ നല്ല വടിവാർന്ന വീരൻ ഇതാ വരുന്നേ, മുഹബത്തിൻ തേനും കൊണ്ടുവരുന്നേ. അവൻ വരുന്നേ, ഇതാ വരുന്നേ, അവൻ വരുന്നേ, ഇതാ വരുന്നേ. പവിഴപ്പൂ നിറമുള്ള അഴകേറും മെയ്യുള്ള മൊഞ്ചത്തി നിന്റെ മൈലാഞ്ചി കൈകളിൽ പൊൻവള അണിയിക്കാൻ വരുന്നുണ്ട് മണവാളൻ നല്ല വടിവാർന്ന വീരൻ ഇതാ വരുന്നേ, മുഹബത്തിൻ തേനും കൊണ്ടുവരുന്നേ. അവൻ വരുന്നേ, ഇതാ വരുന്നേ, അവൻ വരുന്നേ, ഇതാ വരുന്നേ. പാൽനില ചിരിയുള്ള മാൻമിഴിച്ചേലുള്ള പുതുമണവാട്ടി നല്ല മൊഞ്ചത്തി നിന്റെ കൽബിലെ പുതുമണവാളൻ ഇതാ വരുന്നേ, അവൻ വരുന്നേ, ഇതാ വരുന്നേ. ഭാര്യ വളരെ ചെറുപ്പമായതിനാലും വീട്ടിൽ കൂട്ടിന് മറ്റാരുമില്ലാതിരുന്നതിനാലും കൊച്ചുണ്ണി ഭാര്യാമാതാവിനെ കൂടെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോന്നു. ഒരു നാൾ രാത്രി അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. കൊടും തസ്കരൻ നാട്ടിലെ ഭീകരൻ ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. അടവുകൾ 18 പഠിച്ചവൻ, ചുവടുകൾ ഓരോന്നും ജയിച്ചവൻ, കുതന്ത്രങ്ങൾ മിനയുന്ന നരനിവൻ. കൊച്ചുണ്ണിയും കൂട്ടരും ആറ്റിൽ ചാടി രക്ഷപ്പെട്ടെങ്കിലും കള്ളക്കടത്ത് മുതലുകൾ മുഴുവൻ പോലീസ് കണ്ടുകെട്ടി. അങ്ങനെ ആ കൂട്ടുകച്ചവടം പൊളിഞ്ഞു. പിന്നെ പണം ആവശ്യം വന്നപ്പോൾ
ചിലവരുടെ ഭവനങ്ങൾ കയറി മോഷ്ടിച്ചു. വഴിയിൽ പതിഞ്ഞു നിന്നു പിടിച്ചുപറി തുടങ്ങി. ഏതു തരത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്തയായി കൊച്ചുണ്ണിക്ക്. എങ്കിലും അയാൾ പാവപ്പെട്ടവരെയും ധർമ്മിഷ്ഠരെയും മര്യാദക്കാരെയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. വലിയ ധനവാന്മാരും ആർക്കും ഒരിട്ടു പച്ചവെള്ളം പോലും കൊടുക്കാത്തവരുമായ ദുഷ്ടന്മാരുടെ ഭവനം കൊള്ളയടിക്കാനാണ് കൊച്ചുണ്ണി ശ്രമിച്ചിരുന്നത്. കൊച്ചുണ്ണിക്കൊരിക്കൽ എന്തെങ്കിലും കൊടുത്താൽ പിന്നീട് അവരെ അയാൾ ഉപദ്രവിക്കാറില്ലായിരുന്നു. പണത്തിന് ഞെരുക്കമുണ്ടാകുമ്പോൾ കൊച്ചുണ്ണി വലിയ ധനവാന്മാരായ ആളുകളുടെ അടുത്ത് ചെന്ന് തനിക്ക് ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഇത്ര പറന്നില് വേണം എന്ന് പറയും. ഉടനെ കൊടുത്തയച്ചാൽ പിന്നീട് അവരെ ഉപദ്രവിക്കാറില്ല. പിന്നീട് തിരികെ കൊടുക്കാനും കൊച്ചുണ്ണി തയ്യാറാണ്. മുതലും പലിശയും കൂട്ടി വേണമെന്ന് പറഞ്ഞാലും അയാൾ കൊടുക്കും. ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ സർവസ്വവും 4 ദിവസത്തിനുള്ളിൽ കൊച്ചുണ്ണി കൊള്ളയടിക്കും. ഇതെല്ലാവർക്കും അറിവുള്ളതാണ്. കൊച്ചുണ്ണി കൊള്ള ചെയ്തെടുക്കുന്ന മുതലുകളെല്ലാം അയാളും കൂട്ടുകാരും കൂടി തുല്യമായി പങ്കിട്ടെടുക്കുകയാണ് പതിവ്. കൊച്ചുണ്ണി തൻ്റെ വീതത്തിൽ നല്ലൊരു പങ്ക് മറ്റുള്ളവർക്ക് ധർമ്മവും ചെയ്തിരുന്നു. അതിൽ നിന്ന് 1 രൂപ പോലും കൊച്ചുണ്ണി സമ്പാദിച്ചിരുന്നില്ല. അന്നന്ന് സുഖമായി കഴിഞ്ഞു കൂടണമെന്ന വിചാരമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. പാവപ്പെട്ടവരെ കൊച്ചുണ്ണി വളരെ സഹായിച്ചിട്ടുണ്ട്.